എറണാകുളം കൂത്താട്ടുകുളം കാക്കൂർ പെട്രോൾ പമ്പിന് സമീപം ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബീന റാണിയാണ് വിവരങ്ങൾ നൽകുന്നത്. ബീന, ഒരു ബൈക്ക് യാത്രികക്കാരന്റെ മുകളിലേക്ക് ബസ് വീഴാതിരിക്കാൻ വേണ്ടി ഡ്രൈവർ വെട്ടിച്ചതാണോ ഈ വലിയ അപകടത്തിന് കാരണമായത്? CCTVയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് തന്നെയാണ് ഗൗതം. ഒരു ബൈക്ക് യാത്രക്കാരൻ അലക്ഷ്യമായി വണ്ടി തിരിച്ചപ്പോഴാണ് ഈ ടൂറിസ്റ്റ് ബസ് ബൈക്കിനെ രക്ഷിക്കാൻ വേണ്ടി വെട്ടിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ അപകടം നടന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. വിവാഹ സംഘവുമായി പോകുന്ന ഒരു ബസ്സായിരുന്നു അത്. ഏതാണ്ട് 35 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേരുടെ പരിക്ക് ഗുരുതരമാണെന്ന് അറിയുന്നു. എന്തായാലും ഇവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് പോവുകയായിരുന്നു വിവാഹ സംഘം. അതേസമയം ഈ ബസ് മറിയുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന ഒരു സ്കൂട്ടർ യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇരുചക്ര വാഹനക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ബസ് മറിഞ്ഞത് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് 40ഓളം പേര് ബസ്സിലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 35 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റതായി വിവരം പുറത്തു വരുന്നത്. ഇവരെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പേരൊഴിച്ചു ബാക്കിയുള്ളവരുടെ പരിക്ക് ഗുരുതരം അല്ല. ഇവരെല്ലാം തന്നെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പലരും വീട്ടിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഇന്ന് രാവിലെ നടന്നത്. അത്യന്തം ഗുരുതരമാകേണ്ടിയിരുന്ന ഒരു അപകടത്തിൽ കുറച്ചു പേർക്ക് മാത്രം പരിക്കേറ്റ് ഒരു സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമം, അയാളാണ് അലക്ഷ്യമായി വണ്ടി ഓടിച്ചത്. വ്യക്തമാണ് ബീന. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു ബൈക്കുകാരന്റെ മുകളിലേക്ക് ഈ ബസ് വീഴാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ വെട്ടിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ ബീന റാണി സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദുരന്തമാകേണ്ടത് ചെറിയൊരു സംഭവമായി മാത്രം മാറിയത് ദൈവാനുഗ്രഹമാണ്. ബീന റാണി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.